സമയം ദേ ഇപ്പൊ 7:47 ഇപ്പഴാണ് ഒരുത്തേക്ക് ചിക്കൻ മേടിക്കാൻ പൂതി വന്നേക്കണത്. അല്ല, ഇവര് 7 മണിക്ക് അടക്കുന്ന. ഇതിപ്പോ എന്റെ ഫ്രണ്ട് അൽഷീന്റെ ചിക്കൻ ഷോപ്പ് ആയതുകൊണ്ട് അവനിപ്പോ എടുത്തു തന്നു. എല്ലാരും വൃത്തിയാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഷിയാബിന്റെ അടുത്ത് വാങ്ങല്. ഇന്നിപ്പോ ഇവിടെ വന്ന് വാങ്ങി. എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ. അപ്പൊ ഇവരുണ്ടായോണ്ട് നമുക്ക് ഇന്ന് നിക്ക് ചിക്കൻ കിട്ടി. അല്ലെങ്കിൽ നീ എന്താക്കിയത് നാളെ രാവിലെ? ഭാഗ്യം തന്നെ. എല്ലാ ദിവസവും പുട്ടാ കൈസ്. ഇന്നലെ പുട്ട്, ഇന്ന് പുട്ടും പഴവും, ഇന്നലെ പുട്ടും കടല് അല്ലേ? എന്തോ ആവട്ടെ, നാളെ അതല്ലേ. അപ്പൊ നാളെ എന്തോ സ്പെഷ്യൽ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ന് നേരെ വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ നികിയുടെ സ്പെഷ്യൽ തൊട്ട് നമുക്ക് വ്ളോഗ് അങ്ങ് തുടങ്ങിയാലോ? എന്റെ അഭിപ്രായത്തിലേ ഒട്ടുമിക്ക സ്ത്രീകളുടെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ മെയിൻ ടെൻഷനാണ് അല്ലേ നിക്ക്? രാവിലെ ചായക്കടി എന്താക്കുക, ഉച്ചക്ക് ചോറിന് കറി എന്താക്കുക എന്നല്ലോ അല്ലേ? എന്തായാലും നികിയുടെ നാളത്തെ ടെൻഷനുള്ള മാറിക്കിട്ടി. ഉച്ചക്കലത്തെ കറിക്കുള്ളത് മാറിക്കിട്ടിയാ? രാവിലെ വെക്കുന്ന കറിയാണ് ഉച്ചക്കത്തേക്ക്. അതെയോ? അപ്പൊ എന്തായാലും രാവിലെ വെക്കുന്ന കറി ഉച്ചക്കലത്തേക്കാ? ചിക്കൻ കറി വെക്കും. നാളെ അത് 2 നേരത്തേക്കും ആയല്ലേ? അപ്പൊ പണി കുറഞ്ഞ് നെയ്യപ്പം 2 കാര്യം. അപ്പൊ ഗൈസ്, എന്നാ പിന്നെ നമുക്ക് ഇന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് നാളെ രാവിലെ നികിട എന്താണ് സ്പെഷ്യൽ അത് കാണാം അല്ലേ? ദുഗുശി ഗുഡ് നൈറ്റ്. ഇന്ദ്രു ഉറങ്ങി കേട്ടോ ഇവിടെ. അപ്പൊ എന്നാ പിന്നെ ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ നേരമായിട്ട് ഇങ്ങനെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വന്നു, ഇന്ദ്രു വന്നു, ഉറക്കത്തിൽ നിന്ന് എനിക്ക് വരുന്നതാണ്. മുഖത്തല്ലതാ പോയി മോങ്ങഴ് പല്ലേക്ക്. ഞാൻ പലരും തെച്ചിട്ടാ വന്നേട്ടെ. ഇറ്റകള് നേരെ ഉറക്കത്തിന് എത്തിങ് വരെയാണ്. അപ്പൊ ഇവിടെ ഒരാള് എന്താക്കണേന്ന് നമുക്ക് നോക്കാം. ഉള്ളിപ്പാത്രം കൈ പിടിച്ചിട്ടുണ്ട്. സത്യം സത്യം. ഇന്നലത്തെ വീഡിയോയിലെ ഡ്രസ് തന്നെ ഓപ്പ എന്തായാലും എന്നെ കൊണ്ട് മാറ്റിക്കും. ഈ ഡ്രസ് മാറ്റി കുളിച്ചിട്ട് മാറ്റുന്നല്ലേ വിചാരിച്ചു. ഞാൻ മാറ്റിക്കുന്നോണ്ട് കുളിച്ചതാണല്ലേ, അല്ലാണ്ട് ആഗ്രഹത്തിൽ കുളിച്ചതല്ല. അപ്പൊ ഗൈസ്, എന്താ പരിപാടി നിന്റെ? എന്താണെന്ന് പറഞ്ഞില്ല നീ? പത്തല് വിത്ത് ചിക്കൻ കറി. ഓ, അതാണ് നിന്റെ സ്പെഷ്യലി? പത്തല് വിത്ത് ചിക്കൻ കറി. ഓ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. അപ്പൊ ആദ്യം തന്നെ ചിക്കൻ കുക്കറിലാണ് ആക്കാൻ പോകുന്നത്. അപ്പൊ ഒരു നികിട ഒരു പത്തൽ, ഇന്നത്തെ ഒരു രാവിലത്തെ ഒരു ദിനം നമ്മുടെ പത്തലും ചിക്കൻ കറിയിലും അങ്ങനത്തെ ആരംഭിക്കുകയാണ്. ചായയിൽ ആരംഭിച്ച്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പത്തലും ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണോ? ആക്കാറുണ്ടോ വീടുകളിൽ? അല്ല എനിക്ക് കണ്ണൂര് ഞാൻ അധികവും കാണലുണ്ട് പത്തല്. പിന്നെ അങ്ങോട്ടൊന്നും എറണാകുളം അങ്ങോട്ടൊന്നും പോകുമ്പോ അധികം കാണയില്ല. അവിടെ മറ്റേ ഒരു കട്ടിയുള്ള പത്തലില്ലേ, അതാ കാണല്. ഇവിടെ മറ്റേ നൈസ്. എനിക്ക് അതിന്റെ പേര് ശരിക്കും അറിയില്ല. പത്തിരി മത്തേത് അല്ലേ? നെയ്പത്തലല്ലേ? ഫ്രണ്ട്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ നെയ്പത്തരി. അതെ. പക്ഷെ ഞാൻ പറയട്ടെ, പത്തലിന്റെ കോമ്പിനേഷൻ ആരാണെന്നറിയാമോ? ബീഫാണ്. പത്തലും ബീഫും. ഞങ്ങളുടെ കാട്ടാമ്പള്ളി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തട്ടുകടയിൽ നിന്ന് പത്തലും ബീഫ് എന്താന്ന് പറയിക്കാം. എന്നാ പിന്നെ അരക്ക്. ഇവിടെ 2 തക്കാളി അടപ്പുണ്ട്, 2 ഉള്ളി അടപ്പുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്താ? പച്ചരി കുതിർത്ത് വെച്ചത്. തലേന്ന് കുതിർത്ത് വെച്ച് തലേന്ന് കുതിർത്തി വെച്ച പച്ചരി. ഇത് കുതിർത്തി വെച്ചപ്പോഴാണ് ഇതിനൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവുക ചിലപ്പോ. കുതിർത്താൻ വേണ്ടി വേണ്ടത് ചിക്കൻ വേണോന്നല്ലേ? അവിടെ ഞാൻ രാത്രിയാണ് കുതിർത്തി വെച്ചത്. ചിക്കൻ വാങ്ങി കഴിഞ്ഞിട്ട്. കാരണം ചിക്കൻ ഉണ്ടെങ്കിലല്ലേ ചിക്കൻ കിട്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. പിന്നെ തേങ്ങ, അരി ചോറ് ഇടൂല കേട്ടാ പത്തലില്. പച്ചരിയും തേങ്ങയും പിന്നെ ഉള്ളിയും. മുഖം കഴിയിട്ടു അങ്ങത്തെ ഓടി ചെല്ലി മുഖമെല്ലാം കഴിയിട്ടു ഓടി ചെല്ലുമ്പോ പൊന്നല്ലേ ചെല്ലി. എന്താ പറഞ്ഞ? 10 രൂപ ഉണ്ടാക്കിയിട്ടില്ലേ പത്തല് ഉണ്ടാക്കലുണ്ട്. മറ്റേ പക്ഷെ പൊടിയിലാന്നാക്കല്. അരി അരച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വെരി ഗുഡ്. പിന്നെ മൊത്തം വെരി ഗുഡ് ആണ്. ഞാനിക്കൊരു ചായ കുടിക്കാൻ പറ്റാണ്ടായില്ലേ, ഷുഗർ കട്ട് എടുത്തോണ്ട്. എന്നാ വേണ്ട, രാവിലെ തന്നെ ഷുഗർ അടിച്ച് കയറ്റുന്നില്ല.
അപ്പൊ നീ എന്നാ പിന്നെ ഇത് അരച്ചെടുക്കട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ. ഇനിയാണ് ഇതില് എന്താ നോക്ക ഇനി പറയുക എന്താന്ന് മറ്റേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം ക്ലച്ച് പോയിട്ടോ. ക്ലച്ച് പോയി മൊത്തത്തില് ക്ലച്ച്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം എന്നാ പെരിഞ്ജീരകം. പെരിഞ്ജീരകം പെരിഞ്ജീരകം അത് ശരിയാണ് പറഞ്ഞാലോ. പത്തലിനകത്തില്ലേ അത് ഒരു മെയിൻ ഘടകമാണ്, ഇൻഗ്രീഡിയൻസ് മെയിൻ സാധനം അത് പെരിഞ്ജീരകം. അപ്പൊ അതങ്ങട് ഇടുന്നുണ്ട്. മതിയില്ലേ? എനിക്ക് അറിയില്ല കേട്ടാ. ഇതെല്ലാം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത്രയും പെരിഞ്ജീരകം വേണ്ട നിന്നല്ലോ ഒന്ന് പറയണം കേട്ടാ. മതിയാവൂലേ അല്ലേ? മതിയാവും എന്തായാലും നിനക്കിത് മതിയാവും. നിന്റെ ഇഷ്ടത്തിന് ഇത് മതിയാവും. ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോ ഞങ്ങക്ക് മതിയാവൂലെന്ന് അറിയാൻ പറ്റും. കുറച്ച് വെള്ളം കൂടി പോയാ എന്തോ പത്തലായില്ലെങ്കിൽ നിന്നെ പത്തല വെട്ടി അടിക്കും ഞാൻ. അത് നീ ഓർത്തു. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ചോറും കഴിച്ചിട്ടുള്ള പ്രാണകത്തെ ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്റെ ഉരുപ്പാടും കോരെന്ന് പറയുമ്പോ ആയില്ലെങ്കിൽ. അപ്പൊ ഇതെന്താ മറ്റേ തേങ്ങ അതെന്താ അരച്ചത് തന്നെയാ? ഓ ഇത് അരച്ചു വെച്ചത് തന്നെ. നീ ഇങ്ങനെ തട്ടിയതാണല്ലേ കുറച്ച് വർഷമായിട്ട്. അപ്പൊ അരവ് കഴിഞ്ഞു. ഇനി കിട്ടി പിടിക്കാനുണ്ട്. പറയുന്നുണ്ട് ചിക്കൻ കറി ഒന്നും പണ്ടത്തെ ടേസ്റ്റ് ഇല്ല. ഇതിപ്പോ നീ കുക്കറിലെ ചിക്കൻ കറി വെക്കുന്നത് അല്ലേ? ഉള്ളിലെ കുക്കറിലിട്ട് വാട്ടി വേഗം പരിപാടി ചെയ്യും അല്ലേ? ചെറുങ്ങനൊന്നും രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നോണ്ട് ഷടപടയാണല്ലോ. പിന്നെ ഞാന് എന്തിനാല്ലേ ഞാൻ വേണ്ടാത്ത പണിക്കുന്ന പോലെ പുട്ടാറ്റാക്കിയാ മതിയായിരുന്നു. അതെ, എല്ലാ ദിവസവും പുട്ടാണ്. ഞങ്ങൾ ഭയങ്കര തള്ളലാന്ന് പറഞ്ഞിപ്പോ എല്ലാവരും. നിന്റെ പുട്ട് നിന്ന് ഞങ്ങക്ക് തള്ളല് കൂടുതലാന്ന് പറയുന്നുണ്ടായി. എല്ലാരും പറയുന്ന ഇപ്പൊ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ തള്ളല് സജീഷനാണ്. പുട്ട് കഴിച്ചിട്ടാണ് നിന്റെ. പുട്ട് കഴിച്ച് ദുഗ്ഗോലെ ഇപ്പൊ സ്കൂളിൽ പോയി ഭയങ്കര തള്ളല അല്ലെ ദുഗ്ഗു? അമ്മേന്റെ പുട്ട് കഴിച്ച് മോളെ ഇന്നെങ്കിലും കുളിക്കുമോളെ ചെല്ലി. എന്നാ ചെല്ലി ഇന്നും കുളിച്ചോ അങ്ങനല്ല പറഞ്ഞ വെച്ചാ. അതന്നെ ഇന്നെന്തോ മറ്റേ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് രാവിലെ എല്ലാം കുളിച്ചത്. അല്ലെങ്കിൽ ആര് രാവിലെ കുളിക്കുന്നു? സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കണ്ട ആൾക്കാര് എന്തായാലും പറയും നോക്കിക്കോ സജീഷിനും നിക്കിനെ കളിയാക്കല് കുറച്ച് കൂടുതലാണ്. നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് ഇല്ല നല്ലല്ലേ? ഒരു വിസിലോട് കേൾപ്പിച്ചാ പോരെ? പെട്ടെന്ന് തുടങ്ങിയിട്ടും സ്പീഡിലാക്കി തന്നെയാണ്. ചിക്കൻ ഇട്ടൊരു വിസിലോട് കേൾപ്പിച്ച കറിയായി. ഇനി എന്താ ഇനി വീണ്ടും ഇതില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ലേശം പത്തിരിപ്പൊടി ഇടണം കേട്ടാ. പത്തിരിപ്പൊടിയാ? നീ പൊടി ഇട്ടത് പൊടിയാക്കിയത്? ഓപ്പേ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ നിക്കണ്ട. കുറിച്ച് അറിയില്ലല്ലോ. നീയല്ലേ പറഞ്ഞ പൊടി വേണ്ട മറ്റേ ഇതാക്കി. ഞാൻ പൊടി കൊണ്ട് ഇത്രയും കാലം ആക്കി നേരത്തെ പറഞ്ഞിട്ട്. ഇതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് പത്തിരിപ്പൊടി ഇടണമെന്ന് കണ്ട് എല്ലാരും ആക്കുന്നത് അങ്ങനെയാണ്. നീ ഓപ്പ എന്നോട് കൂടുതലൊന്നും. അപ്പൊ ഞാൻ പറയട്ടെ, പത്തിരിപ്പൊടി ഇല്ലാത്ത കാലത്ത് പിന്നെ എങ്ങനെ ആക്കല്? പത്തിരിപ്പൊടി ഇല്ലാത്ത കാലത്ത് അരി പൊടിച്ചിട്ട് പോവാണ്. ഓപ്പ എന്നോട് ഓരോരോ കാര്യം. നീ പൊടിച്ച നേരത്തെ ശോഭക്ക് എന്താ അറിയേണ്ടത്? ശോഭക്ക് തിന്നാ പോരെ? അപ്പം തിന്നാ മതി, കുഴിയണ്ണ. എട്ടിന്റെ പണി കിട്ടി. ഉപ്പിട്ടിട്ടില്ല. ഓഹോ ദൈവമേ. ഇതെടപ്പിട്ടു അരക്കുമ്പോ ഇടണമെന്ന് ചോപ്പ് വീഡിയോ എടുത്തതാണ് ഇതിനെല്ലാം കാരണം. ഉപ്പില്ല ഗൈസ്, ഉപ്പില്ല. അപ്പൊ വീഡിയോ എടുത്തതല്ലേ അരക്കുന്ന സമയത്തല്ലേ ഇടല്? അത് സാരില്ല. ഞാൻ അവിടെ ഇവിടെ ആയി പോലും ഉപ്പ് ആവുന്നില്ല. പിന്നെ ഞാനേ കടയിൽ പോയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ. ഉപ്പില്ലാത്ത പത്തല് വിത്ത് ഇനി മറ്റേ തലതിരിഞ്ഞ ചിക്കൻ കറി ആയിരിക്കും. മറ്റേ തലതിരിഞ്ഞ വീട്ടിൽ പോയ പോലെ. ഹലോ ഹായ്, ഇങ്ങോട്ടാണ് യാത്ര. പത്തല് വിത്ത് ചിക്കൻ കറി. എന്തെല്ലാം ആയിരുന്നു. തുടക്കത്തിൽ തന്നെ പാളിയിട്ടുണ്ട് സംഭവം. ഉപ്പിടാൻ മറന്നിട്ടുണ്ട്.
തുടക്കം തന്നെ പാളി. ഇന്നിനിപ്പോ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് ഇനി പറയൂ ഉപ്പ് ഉണ്ടായാലും പറയും ഉപ്പ്. അതിന് നീ ചിക്കൻ കറിക്കകത്ത് കുറച്ച് ഉപ്പ് കൂടുതലിട്ടോ. ദൈവമേ വേണ്ട, ഇനി അത് കുറെ ഉപ്പ് കൂട്ടി. ഞാൻ ചിക്കൻ കറി ഇട്ട് ചോറെങ്കിലും കഴിച്ചോളാം. അതില് സംശയം എല്ലാരിക്കും. ഇതെന്താ ദൈവം, ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. എന്താ കലക്കി വെള്ളം കലക്കി രണ്ടാമത് ഒഴിക്കുന്ന, ആദ്യം അരച്ചെടുക്കുമ്പോ അത് ഉപ്പിട്ടാ പോരെ. എന്നോട് വർത്താനം പറഞ്ഞു നിന്നിട്ടല്ലേ ഞാൻ പറഞ്ഞ ഒരു പണി. എന്നോട് വർത്താനം പറഞ്ഞിട്ടാ നിന്റെ നീ പണികൾ ഇതാക്കിയത്. അല്ല കോൺസെൻട്രേഷൻ കളയാനായിട്ട് ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇതാക്കിയത്. പത്തിരി ചിക്കൻ കറി അടിപൊളിയായില്ലേ. നീ ഉപ്പില്ലെങ്കിലും ഉപ്പില്ലാത്ത പോലെ തിന്നാ മതി കേട്ടാ. ആയിക്കോട്ടെ കേട്ടാ. അല്ലാണ്ട് തിന്നാൻ പറ്റുന്ന സംശയം. ഗൈസ്, ഞാൻ ഇവളെ കുറ്റം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇവള് ഇംപ്രൂവ് ആവാൻ വേണ്ടിട്ടാണ്. പ്രചോദനം ബുക്ക് ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇവൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ആ ഒരു മനസ്സിങ്ങനെ കൂടും. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ വലിയ പീസായിട്ട് വേണം ചിക്കൻ എന്നാ ചോദിക്കുന്നത്. ചിക്കൻ അല്ലേ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും വലിയ പീസാണോ? അവര് കുറച്ച് വലിയ പീസായിട്ടാ മുറിച്ചല്ലേ. അത് നീ രാത്രി പോയി മുറിച്ചോണ്ടാക്കി ചെറുതാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ കൊഴപ്പില്ല, എന്തായാലും കുക്കറിൽ ഒഴിക്കുന്നല്ലേ. എപ്പോഴും നമ്മള് ചെറിയ ചിക്കൻ പീസ് ആയിട്ടല്ലേ തിന്നല്. എന്നാലും വലിയ ചിക്കൻ പീസും അങ്ങനെ ആക്കാം നമുക്ക്. അത് മതി, അത് നല്ലത്. ഓക്കെ, ഇത് രാവിലെ ഞാൻ വെച്ചതാണ്. ഒപ്പം ഒരു സംഭവം ഉണ്ട്, ഞാൻ ഓൺലൈനിലെല്ലാം കണ്ടിട്ടുണ്ട്. ഫ്രിഡ്ജിൽ മീൻ വെച്ചാലില്ലേ, പാത്രത്തിൽ അടച്ചു വെച്ചാൽ കട്ടയാകാത്ത ഒരു പാത്രം. കട്ടയാവൂല തണുപ്പ് അതിനനുസരിച്ചിട്ട് അത് കേടാവുകയും ചെയ്യും. കേടാവും. നമുക്ക് കട്ട പിടിക്കാത്ത എന്ത് സാധനവും കേടാവും. അതിനുള്ളില് അധികം തണുപ്പ് കമന്റ് ചെയ്യണം അറിയുന്നവര്. നമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കാണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് കട്ട പിടിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്രയും സംഭവത്തിനകത്ത് തണുപ്പ് അത്രയും കുറഞ്ഞു കിട്ടുന്നത് കൊണ്ടാണ് എന്നാ എന്റെ അറിവ്. അപ്പൊ കുറഞ്ഞു കിട്ടുമ്പോ അനുസരിച്ച് ഇറച്ചിയെല്ലാം കേടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാര്യമില്ല, അതിലുള്ളിലിരിക്കുന്ന സംഭവം പിടിക്കണ്ടേ. ആ അതല്ലേ, ഈ ആ പാത്രം വാങ്ങണ്ട, വെറുതെ എന്തിനാണ്. രാത്രിത്തേക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കണ ആ കൂടി ഇത്രല്ലേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം പൊരിക്കാനൊക്കെ ഉണ്ടാവും. ഇല്ല, എല്ലാവർക്കും ഇല്ല, പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ രാത്രിയായിട്ട് ചോറ് വേണ്ടല്ലോ, ചപ്പാത്തി നിന്നപ്പോരെ. നോക്കി പേടിപ്പിക്കുന്നു ചപ്പാത്തി. ഹലോ, ഹായ്, എന്താ പാക്കറ്റെ കേട്ടെ? എവിടെ പോന്നേ? ആണേ, എന്നാ ഞാൻ പോയിക്കോ. കുളിക്കലുണ്ടാവില്ല. 2 പീസ് എടുത്ത് വെക്കാം, മതി. ഇനഫ്. നിനക്ക് വേണ്ടേ? ചോറ് ഞാൻ തിന്നുന്നില്ലല്ലോ. ഞാൻ ചോറ് എനിക്ക് ഇന്നലെ തിന്നാണ്ട് എടുത്തിട്ട് എന്റെ വിശന്നതിന്റെ കുടല് കത്തിപ്പോയി. ഞാൻ പറഞ്ഞേ കണ്ട തക്കാളി ഇതുപോലെ ഓടണ്ട ചാടണം തക്കാളി. അതിങ്ങനെ ഉടങ്ങണല്ലേ ചിക്കൻ കറിയിൽ. എനിക്ക് ഇങ്ങനെ തക്കാളി ഇങ്ങനെ കടിക്കണം. ചിക്കൻ അടിക്കുക, തക്കാളി ആരാ അടിക്കുക? ചിക്കൻ കറിയിൽ ഇടട്ടെ. മസാല വെറുതെ ഇപ്പുറത്തേല് വാട്ടിയാലോ, ഒന്ന് മൂപ്പിച്ചിട്ടിട്ടാലോ? മാട്ടിക്കോ, നല്ലതല്ലേ. അങ്ങനെ അവിടെ എന്തെങ്കിലും ചെയ്യട്ടെ ഗൈസ്. എനിക്ക് പുതിയൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ ഇപ്പുറത്ത് വാട്ടുന്നു, ഇപ്പുറത്ത് പൊടി വാട്ടുന്നു. അതിൽ കൂടി പൊടി ഇടാതെ ഇപ്പുറം പൊടിയിട്ട്. മല്ലിപ്പൊടി അധികം വേണ്ട, ചിക്കൻ ആവശ്യമുള്ള മല്ലിപ്പൊടി മതി. എനിക്ക് ചിക്കൻ അങ്ങനെ മല്ലിപ്പൊടിയുള്ള ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഒരു അറിയാവുമ്പോ കുറച്ച് പൊടികളൊക്കെ വേണ്ടേ? ഏത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പൊടികളൊക്കെ ഇപ്പുറം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലക്കാട് തട്ടുന്നതായിരിക്കും. അതുവരെ ക്ഷമിക്കൂ എന്റെ തക്കാളി വാട്ടിയത്. ഇതൊന്നും ഞാൻ കൊടുക്കാം. ഞാൻ പണിയെന്ന് എടുക്കുന്നില്ലെന്ന് ആരും പറയണ്ട. ഇത് എന്റെ കൈയാണ്, കണ്ട എന്റെ കൈകൾ കൊണ്ടാണ് ഞാൻ ഇത് വാട്ടുന്നത്. ഒരു കയ്യിലേക്ക് ക്യാമറ, ഒരു കയ്യില് ഇതും വെച്ചിട്ടാണ് ഞാൻ വാട്ടുന്നത്. കണ്ടോ അതിലെന്ത് കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ? പറഞ്ഞ മുളക് പൊടി അല്ലേ? അപ്പൊ ആവശ്യത്തിന് മുളക് പൊടി എല്ലാം ചേർത്ത് ഇതിൽ ഉപ്പിട്ടാ എനിക്ക് ചോദിച്ചതാണ്. അവസാനം
കറിയായി കഴിയുമ്പോ ഞാൻ കുപ്പിട്ടില്ല അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായ കറിയുടെ ഞാൻ തലേ കൊട്ടും. അപ്പൊ ഇങ്ങനെയെല്ലാം പറയുള്ളൂ. എനിക്കറിയുന്ന പോലെ ഒപ്പന വേറെ ആർക്കും അറിയില്ലല്ലോ. ഇതെല്ലാം പറയുള്ളൂ. ഉപ്പൊന്നില്ലെങ്കിൽ അപ്പൊ മതി. അതൊക്കെ ക്യാമറയുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഞാൻ അതിനർത്ഥം മറ്റേ വീട്ടില് മറ്റേ ഇതീ പറയുന്ന പോലെ അച്ഛന് മറ്റേ വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാണെന്ന് പറഞ്ഞല്ല. ക്യാമറയുടെ മുമ്പിൽ ഓപ്പക്ക് വിലയില്ലെങ്കിലും ക്യാമറ ഓഫ് ആക്കിയത് ഓപ്പക്ക് തീരെ വിലയില്ല. അതാണ് നീ പറഞ്ഞു തന്നത് ചുരുക്കത്തിൽ പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ചിക്കനകത്തേക്ക് ഇടുന്നുണ്ട്. അമ്മ വരുന്നേ. ആ ഓക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നേരെ പൊടി ഇട്ടു, ചിക്കൻ ഇട്ടു കണ്ട. അപ്പോൾ ഇതിനാണ് പത്തിരി പൊടി വാങ്ങിയ 2 കാര്യമുണ്ടല്ലേ. ഒന്നാമത് പൊടി മുറിച്ച് ഇതുപോലെ അതിന്റെ പ്ലാസ്റ്റിക് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ ആവശ്യത്തിന് പൊടി എടുക്കുകയും ചെയ്യാം. ആവശ്യത്തിന് പൊടി എടുക്കുകയും ചെയ്യാം. അങ്ങനെ ആദ്യത്തെ പത്തിരിയുടെ രൂപം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ആദ്യ പത്തിരി. മോള് കണ്ട ആദ്യത്തെ പത്തിരി. ആദ്യത്തെ മോള്. ഇത് അമ്മേന്റെ ആദ്യ പത്തിരി. ഇതെന്ത് വാച്ചിന്റെ ഇത് പോയാ ആ സംഭവം ഉണ്ടായാലൂടെ ഇട്ടുകൂടെ സാധനം പൊട്ടിപ്പോയത്. വേറെ വാച്ചിന്റെ പഴയതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ എന്റെ അടുത്ത് ആ പൊട്ടിയ സാധനം ഉണ്ട്. അങ്ങനെ പൊട്ടിയതല്ല, 3 പീസായി പൊട്ടിയതല്ലോ. ചെറിയൊരു അത് ഒട്ടിച്ചേരും. പിന്നെ ഇന്ദ്രന്റെ ഒത്തിരി കുഞ്ഞായിപ്പോയല്ലോ. ഇത് ഇങ്ങനെ മതി, ഇത്ര മതി. മതിയാ? അത് വലുതായി പോയി. അത് മാത്രമല്ല ഇത് വട്ടം ശരിയായിട്ടില്ല, മാങ്ങ പോലെ ആയിട്ടുണ്ട്. പിന്നെന്ത് വട്ടത്തിന് വട്ടായി എന്നല്ല, പിന്നെ വട്ടായി എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വല്ല വട്ടണ്ട അല്ലേ? വട്ടത്തിന് വട്ടല്ലെന്ന് തന്നെ ഞങ്ങൾ പറയും. അത്രയും ദൂരം ബത്തലാക്കാൻ മോള് സ്പ്രേ കൊണ്ടുപോകുന്നുണ്ടോ? ബത്തലെന്ന് സ്പ്രേ കൊണ്ടുപോകുന്നുണ്ടോ? ആഹാ അടിപൊളി. ടൈം 8:22 വാച്ചില് 35 ഇറങ്ങിയ ഇത് എല്ലാം ആവും. ചിക്കൻ കറി പത്തിരി എല്ലാം അത്ഭുതങ്ങളുടെ ലോകത്താണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാ 8:22 സമയം. 8:35 ഇവർക്ക് പോണം. ഇനി ഇതാ ഇത് ചുട്ടിട്ടില്ല, ചിക്കൻ കറി ആയിട്ടില്ല. എന്ത് ചെയ്യും? എല്ലാം ആക്കൂലല്ലോ, മക്കൾക്ക് മാത്രം ആക്കിയിട്ട് ബാക്കി അവിടെ വെക്കുമല്ലോ. കണ്ടറിയാം നമുക്ക്. അതിന്റെ ചായ കുടിക്കാനും മോക്ക് കൊണ്ടുപോവാനും അല്ലേ വേണ്ടു. മോള് സമാധാനപ്പെടും. കൊണ്ടുപോവാൻ 4 പത്തിരി, 5 പത്തിരി എന്നാ. ഓക്കെ 5 പത്തിരി. അത് എണ്ണ ചൂടായ ഇതിപ്പാവും. ചിക്കൻ കറിന്റെ ഒരു വിസിൽ കേൾക്കും. ഇടുന്നേ ആദ്യ പത്തിരി വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നുണ്ട്. പത്തിരി അല്ലേ ഇത്? അത് മാങ്ങാ പത്തിരി മാറ്റി വെച്ചല്ലേ നീ? ഇതെന്താ ടൈം ആദ്യം ഞാൻ ഓഫാക്കിയാ കഴിഞ്ഞാ നീ അത് നേരെ വന്നു കേട്ടാ. ഭാഗ്യമുണ്ട് നീ. ഒരു സൈഡ് വളഞ്ഞു പോയിട്ടുണ്ടായി, ഒടിഞ്ഞു പോയ വിലയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയായിരുന്നല്ലോ. ഇല്ല അല്ലേ? ശരിയായില്ല. അങ്ങനെ ആദ്യ പത്തിരി എണ്ണയിലേക്ക് വീണ് ഇവിടെ കിടന്ന് മുങ്ങി കുളിക്കുന്നുണ്ട്. അടുത്ത പത്തിരിയും കൂടി നമ്മ എണ്ണയിലേക്ക് ഇടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന പോലെ ആദ്യത്തെ പത്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ട, ഇതാണ് ഞങ്ങളുടെ ആദ്യ പത്തിരി. ഞാനൊരു കാര്യം പറയട്ടെ, പത്തിരി ഇങ്ങനെ പരത്തിയ വാടന്നെ ഇടണം. ഇങ്ങനെ വെക്കാൻ കഴിയില്ല കേട്ടാ. ആ സത്യം ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ പരത്തുക, കയ്യോടെ വെക്കുക. നീ ഇങ്ങനെ വെച്ചിട്ട് ഇടുമ്പോ പൊട്ടിപ്പോകുന്നല്ലേ? പരത്തുക ഇടുക, ഇത്രയും മതി. ഇങ്ങനെ മതിയല്ലേ? ഇതിങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ പോകുന്നുണ്ട്. നോക്കണേ, ഞാൻ നോക്കുന്നുണ്ട്. ഇത് മറിച്ചിടണം ഞാൻ. ഒരു ഭാഗം കണ്ടോ? പണിയെല്ലാം എടുക്കുന്നുണ്ട് ഗൈസ്. ഇതിങ്ങനെ മറിക്കണം. ഇതെങ്ങനെ മുക്കാൻ? അങ്ങനെ ഓക്കെ പഠിച്ചു കൊണ്ടുപോകും. മുക്കി പിടിച്ചാലേ ഇങ്ങനെ മുക്കി കൊന്നാലങ്ങോട്ട് പിടിച്ചിട്ട് മുക്കിക്കൊല്ലാൻ നോക്കിയാ പറഞ്ഞ് പൂർവാധിക ശക്തിയോടെ തിരിച്ചു പൊന്തി വന്നു. ഞാൻ ഉപ്പുണ്ടോന്നൊക്കെ രുചി നോക്കാൻ കഴിച്ചല്ലേ? ഉപ്പുണ്ടോന്ന് നോക്കട്ടല്ലേ? നോക്കട്ടെ. മരം പോലെ പോയാ കുറച്ച് ഭയങ്കര കുറ്റം പറഞ്ഞാൽ ആദ്യം സംഭവം ഇതാണ്. പക്ഷെ കുറച്ച് ഹാർഡായിപ്പോയിരുന്നു. കുഴപ്പമില്ല പറഞ്ഞു നോക്കാം. അങ്ങനെ ആക്കണ്ടേ നിങ്ങള്? കുറച്ചൊന്നല്ല, നല്ലോണം
തണുത്തയും നല്ലോണം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ് ഈ പത്തിരി. കറിയില്ലെങ്കിലും വെറുതെ ഇന്ന അല്ലേ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ, രുചിയുണ്ട്. സത്യം ഞാൻ പറയാം, നല്ല രുചിയുണ്ട്. പക്ഷെ ഹാർഡായി പോയി നാളെ. ഇന്ദ്രപ്പ വാ, അച്ഛല്ലേ മുടിയല്ലേരി ഇതെല്ലാം ആക്കി തരാം. ബാ നമുക്ക് ആൻ്റെ മോനെ തിന്നിട്ട് വന്നാലും മതിയോ? കുറച്ച് പൊന്തി അല്ലേ? നല്ലോണം പൊന്തിയല്ലേ നീ ഇപ്പൊ പഠിച്ച്? അടിപൊളിയായി കഴിച്ചു, അടിപൊളിയായി. ചിക്കൻ കറി റെഡി ആയോ എനിക്ക്? റെഡിയായി. സമയമായല്ലോ, സമയാതിക്രമിച്ചു. കറി എന്തായി എന്ന് നോക്കാം. കുക്കറിൽ ചിക്കൻ. മോളെ അവിടുന്ന് മാറും. മോളെ ഇളക്കണ്ട എനിക്ക്? അടുക്ക് ഞാൻ ഇളക്കാം വരുന്നു. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടോ, നല്ല ഒരു മണമെല്ലാം കിട്ടുന്നുണ്ട് ചിക്കൻ കറിക്ക്. കൊള്ളാൻ തോന്നുന്നു, നല്ലതാന്ന് തോന്നുന്നുട്ടാ. നല്ല മസാലയൊക്കെ കുഴമ്പായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടടി ചിക്കൻ കറി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കേട്ടാ, ചിക്കൻ കറി നോക്കിയതാ, നല്ല കുഴമ്പൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ചാറ് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രസമുണ്ട് ചാറ്. എന്തായി മറിഞ്ഞു പോയാ? അയ്യോ, ഒരു പത്തിരി ചട്ടിമ കയറി കഴിച്ച് താഴോട്ട് ഇറങ്ങാൻ മടിയതിന്. അയ്യോ, ചട്ടി പിടിക്കും. നേരത്തെ ഇങ്ങനെയുള്ള ഓരോരോ അൽക്കുലത്ത് വരുമ്പോ ഇല്ലേ ദേഷ്യം പിടിക്കും മനുഷ്യന്മാര്. പത്തിരിക്ക് ആ പത്തിരിക്ക് എന്ന സംഭവം വെളിച്ചെണ്ണയിൽ വീണാനുള്ള മടിയാടി നീ. ഗൈസ് വണ്ടി എത്തി, സമയമായി. ഇവരാണെങ്കിൽ തിന്ന് കഴിഞ്ഞിട്ടില്ല. വേഗം നോക്ക് മക്കളെ, വേഗം നോക്ക്. വണ്ടി എത്തി, അല്ലെങ്കിൽ അച്ഛൻ അങ്ങ് സ്കൂളിൽ കൊണ്ടാക്കേണ്ടി വരും. വേഗം നോക്കി, വേഗം തിന്നി. ആ അച്ഛൻ ഇന്നുകൊണ്ട് ആക്കൂല, ആക്കല്ലേ ഇന്ന് വണ്ടി തന്നെ പോണം. ഇന്ദ്രപ്പ പോവാതിരുന്ന് കളയുന്ന. വേഗം നോക്കേ. ഇവിടുത്തെ ചായ കുടി മുടി കെട്ടൽ എല്ലാവരും ഒരുമിച്ചാണ്. ഒരാൾ ചായ കുടിക്കുന്നു, ഒരാൾ മുടി കെട്ടുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴാണോ മുടി കെട്ടി കൊടുക്കുന്നത്? തിരക്കാണ് കൈസ്, ഒരു രക്ഷയില്ല. അങ്ങനെ ചിട്ടയെന്ന് നോക്കിയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ വേഗം നടക്കുക അല്ലേ? ദുഃഖ വേഗം തന്നെ. ആ ഞാൻ പോയി വണ്ടി തിരിച്ചിടട്ടെ. ഓക്കെ. ഇന്ദ്രുവിന്റെ വണ്ടി വരുന്നുണ്ട്, ദുഗുവിന്റെ വണ്ടി വന്ന് പോയാ ഇനി ദുഗു? ദൈവം പെട്ടാ. ഇന്ദ്രു ടാറ്റാ. ഒരു ഉമ്മ വെച്ചൊക്കെ ഒരു ഉമ്മ. ആ വരും, കൂട്ടാൻ വരും കേട്ടാ, കൂട്ടാൻ വരും. അല്ല ദുഗുവിന്റെ വണ്ടി വരുന്നേ ഉള്ളൂ, ബാക്കിലുണ്ട്. ടാറ്റാ, വരും. ദുഗുവിന്റെ വണ്ടി ഏതാ മോളെ? ആ ഓടിക്കോ. ഏതാ മോളുടെ വണ്ടി ഏതാ? അതിനെന്താ? അച്ഛ വരെയല്ലേ, അത് മോളുടെ വണ്ടി വരുന്നോണ്ടല്ലേ അച്ഛ കൊണ്ടാ. ആ ചെളിയിൽ നിൽക്കണ്ടെന്ന്. എന്ത് ചെളിയിൽ നിൽക്കണത്? എന്നാ ചെളിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കുതാ, ഇങ്ങോട്ടേക്ക് വെച്ചോന്നെ. ചെടിക്കണം, ബാഗ് പിടിക്കണം അച്ഛാ. വിശപ്പ് മാറിയിട്ടില്ല. എന്താ വെച്ചൊരു മൂഡ് ഓഫ് പോലെ. എന്താ ഒരു മാലയൊന്നും ഇടാത്ത? ആണാ? ചിക്കൻ കറി കൊണ്ടുപോയിട്ടില്ല, ഇനി എടുത്തിട്ടില്ല. അപ്പൊ കഴിച്ചൂടെ കുറച്ച് കഴിയുമ്പോ കഴിക്കാല. ശരി എന്നാ പോയിക്കോട്ടാ. ഇത് ഇന്ദ്രുവിന്റെ അല്ലേ? ഇന്ദ്രു കൊടുത്തു. ടാറ്റാ, ഹായ്. വരും അച്ഛൻ വരും കേട്ടാ. ടാറ്റാ കയറിക്കോ. ദുഃഖവും പോയി. ഇത് ടാറ്റാ. എന്റെ ദൈവമേ, സമയായിരുന്നില്ലല്ലോ. എന്തൊക്കെ സമയം മറ്റേ ദുഃഖുവിന്റെ അണ്ണാക്കിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ കുത്തി കൊടുക്കേ കോലിട്ടിട്ട് പകുതി അണ്ണാക്കിയിട്ട് ദുഃഖുവിന് ശ്വാസം മുട്ടുന്നുണ്ട്. ഇതിങ്ങനെയുള്ളേ അച്ഛ ചിക്കൻ കറി പത്തിരി ഇവിടെ ഇരിക്കണെന്ന് പറഞ്ഞ ഇന്ദ്രപ്പനാണെങ്കിലും ഒന്ന് തിന്നിട്ട് വയറ്റിലെത്തിയിട്ടില്ല. ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ആ ലെവലില വിട്ടേക്കണ എല്ലാത്തിനും കുത്തി നിറച്ച് എന്നിട്ട് ഒരേ കൃത്യസമയം പോലും. അല്ല വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ കാണുന്നു, അല്ലാത്തപ്പോ കാണുന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. എനിക്കാണെങ്കിൽ എന്റെ ബോധം പോവാനായി ഗൈസ്. എനിക്ക് വിശന്നിട്ട് എന്റെ അണ്ടകടാകം വരെ വിശന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോയിട്ട് നമുക്ക് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാം. ഇനി എന്താക്കാനുള്ള എല്ലാം ആക്കിയില്ലേ? ആക്കി തരുമല്ലോ. എന്നാ പിന്നെ നമുക്ക് പോവാം. ഗെറ്റ് റെഡി. അങ്ങനെ നീക്കിയതാ
നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയും എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ വിശന്ന് പ്രാണം കത്തിയിരിക്കുമ്പോ ഇതുപോലെ ഒരു ചിക്കൻ കറിയും പത്തിരിയെല്ലാം കാണുമ്പോ ഒരു സന്തോഷം തന്നെയാണ് ഗൈസ്, സന്തോഷം തന്നെയാണ്. താങ്ക് യു നികിമോൾ, എത്ര കുറ്റം പറഞ്ഞാലും നീ ഇതാക്കി തന്നില്ലേ. താങ്ക് യു വെരി മച്ച്. കൈ കൊള്ളൂല. നല്ല കറിയാണ് കേട്ടോ കണ്ടിട്ട്. എന്തായാലും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കറി. എന്നാ പിന്നെ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് ചാറ് കഷ്ണം ചെയ്യാത്തത് അതാ എല്ലാം കൂടി വീണ്. ഇതാണ് കഷ്ടം. കണ്ടോ, കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. എന്തുണ്ട് നോക്കട്ടെ. അല്ലേ പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, ഇങ്ങനെയാണല്ലോ അല്ലേ അച്ഛാ? ചായ കുടിച്ചോ? അതെ, നല്ല അടിപൊളി ചിക്കൻ കറിയും പത്തിരി ഉണ്ട്. സംഭവം അടിപൊളിയാണ്, കഴിക്കാൻ പോന്താ. ഇത് നിന്നെ ഒന്നും പറയാനില്ല, എനിക്ക് അടിപൊളിയാണ്. നല്ല കറി, നല്ല പത്തിരി, സൂപ്പർ. എന്നെ പിടിക്കും ഞാനില്ലേ. പത്തിരി ഉണ്ട്, എടുക്കട്ടെ അച്ഛനെടുത്ത് കൊടുക്കട്ടെ. എടുക്കാൻ വേണ്ടി പോയി അച്ഛൻ ചായ കുടിക്കാം. എല്ലാവരും ചായ കുടിക്കാതിരുന്നിട്ടുണ്ട്. അച്ഛന് കറി നല്ലോണം ഇഷ്ടപ്പെട്ടു. കറി എങ്ങനെ അച്ഛാ? അടിപൊളി കറി. കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, നമ്മള് കറി നല്ല അടി അടിക്കുന്നു. നമ്മൾ കറി നല്ല രസമില്ലേ? പത്തിരി കുറച്ച് കട്ടി കൂടുതലാണെങ്കിലും കറിയിൽ പിടിച്ചു കളഞ്ഞു എനിക്ക്. പൊളിച്ചത് കിട്ടില്ല കറി. ആ മസാല നല്ല കുഴമ്പ് പോലത്തെ മസാല, ശരിക്കും നല്ല കുഴമ്പ് പോലത്തെ മസാല. നല്ല രസമുണ്ട്. എല്ലാവരും കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമായി കേട്ടോ ഞാനും ഇരിക്കുന്നു. ഇനി പാത്രമെല്ലാം എനിക്ക് കഴുകാനുണ്ട്. പക്ഷെ ഓപ്പ ചായയും കുടിച്ചിട്ട് നല്ല മതാമസ്തനായി അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ഓപ്പക്ക് ഒരു പണി കൊടുക്കാലോ. ഓപ്പേ എന്താ മക്കളെ? ഹായ് ഹായ്. ഒരു പണി എത്തേ? എന്ത് പണി? ഇപ്പൊ ഒരു പണിയില്ല, ചായ എല്ലാം കുടിച്ചിങ്ങനെ സ്വസ്ഥായിട്ട് ഇരിക്കുകയാണ് മനുഷ്യ. ചിക്കൻ കറി എല്ലാം കഴിച്ച ക്ഷീണം. ഇതിങ്ങനെ വാങ്ങി വെച്ചാ മാത്രം മതി, അത് ഒട്ടിക്കണ്ടേ? നല്ല പണിയുണ്ട് മോളെ. എന്നാ ഒട്ടിച്ചോ. ചിക്കൻ കറിയും പത്തിരിയും ആക്കി തന്നപ്പോ ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ ചതിയുണ്ടെന്ന് ഞാൻ. ചതിയല്ല മോനെ, എനിക്ക് മണത്ത്. ചതിയല്ല മോനെ, ഇത് വാങ്ങി വെച്ചിട്ട് എത്ര മാസായി? ഇത് വാങ്ങിയ സംഭവം തന്നെയാണോന്ന് പോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല. റിട്ടേൺ എടുക്കൂല. മാസായി. ആ റൂം വൃത്തിയാക്കിയില്ലേ നമ്മള് ഇപ്പൊ ലാസ്റ്റില്? ആ റൂം വൃത്തിയാക്കിയ സമയത്ത് ഞാൻ കാണിച്ചില്ല, ഡ്രസ്സിംഗ് ടേബിളിന് വേണ്ടി വാങ്ങിയ സാധനം. ഇത് നമുക്ക് ഒട്ടിക്കണതും കൂടി എന്തായാലും ഈ വ്ളോഗിൽ കേട്ടാ. ഒട്ടിച്ചോ? ഞാൻ പോയി പാത്രം കേട്ടു. ഞാൻ വരൂലേ ഒട്ടിക്കാൻ? അച്ഛനുണ്ട്, അച്ഛനും മോനും കൂടി ഒട്ടിക്കും. ഞാനില്ല, ഞാൻ വരുവേ ഇല്ല. ഗൈസ്, നമ്മൾ അന്നേരത്ത് ഈ റൂം സെറ്റാക്കിയ സമയത്ത് ഇതൊക്കെ വൈറ്റ് ആയിരുന്നു. അപ്പൊ ഇത് മാത്രം നമ്മുടെ ഇതിനോടൊപ്പമുള്ള ഡ്രസ്സിംഗ് ടേബിൾ മോളിൽ കൊണ്ടിട്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ഇത് താഴോട്ട് ഇറക്കിയത്. അപ്പൊ ഇത് മാത്രം ഒരു മാച്ചിങ് അല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ട, ഇതിനോട് ഒരു മാച്ചിങ് ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ ഓർഡർ ചെയ്താണ് സ്റ്റിക്കർ. പക്ഷെ പിന്നെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാണല്ലോ സ്റ്റിക്കർ അന്നേ വന്നെങ്കിലും റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ആ മൂടങ്ങ് പോയി. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഇതുകൊണ്ട് തന്നത്. അപ്പൊ ഇതെന്നാ പിന്നെ നമുക്കൊന്ന് വെറുതെ ഒട്ടിച്ചു നോക്കാം. എന്താ പ്ലാൻ നോക്കട്ടെ, ഇതിനോട് ഒരു മാച്ച് വരുത്താൻ പറ്റുമോ അറിയാൻ കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത്. പിന്നെ ഇങ്ങനെ ഓരോരോ കാര്യം ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ക്യാമറ എടുക്കുന്ന അറിയുന്നത്. ക്യാമറ എടുക്കാൻ ഞാൻ പറഞ്ഞല്ല, കൈസോൾ എടുത്തിട്ട് വന്നത്. ഞാൻ ഓടിക്കൊണ്ട് എടുത്തിട്ട് വന്നേന്നുള്ളൂ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. ഇത്രയുള്ള ഷീറ്റ് ഇത് കൊണ്ട് വേണം. ഷീറ്റിന് എത്രയാമോ എന്തോ 160 200 അങ്ങനെ എന്തോ ആ റേഞ്ചില്. നഷ്ടാണ്. ഇതെന്താ എങ്ങനെയാണ് അളവെടുക്കുന്നത്? നോക്കണ്ട, എല്ലാവരുടെയും പണിക്ക് വെക്കും. പോട്ടെ എന്നാല്. അപ്പൊ ഞാൻ പോന്നു. അപ്പൊ ശരി എന്നാല്. അപ്പൊ അളവെടുത്തിട്ട് ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെയാന്നറിയ, സ്റ്റിക്കർമേന്ന് വലിക്കൂല. നീ മിണ്ടാണ്ട് നിന്നെ പോയേ. നീ ചെയ്തത് തെറ്റാവുന്നോണ്ടല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. അതാ. ഹലോ, ഇത് വല്ലതും നടക്കുവാ? എല്ലാം നടക്കും, അതിന്റെ സമയമാകുമ്പോ എല്ലാം നടക്കും. ഇപ്പൊ കാണിക്കാൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് ഫിനിഷ് ആവട്ടെ. കാണിക്കുന്നേ ബോറായി പോയെങ്കിൽ അതൊരു കാര്യം കംപ്ലീറ്റ്. അങ്ങനെയല്ല ഗൈസ്, നമ്മൊരു സാധനം സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അതിന്റെ പണി തീരാണ്ട് കാണിച്ചത്. അവിടെ ചുരുട്ടിയിടരുത്, ഞാൻ കുറച്ച് അവിടെ കുറച്ച് ഇവിടേക്കാണ് കാണി. പക്ഷെ വലിയ രസമില്ല, ഇപ്പോഴേ പറയാം. എന്നാലും കാണിച്ചു തരാം.
വെറുതെ പണിയെടുത്തത് 1 മണിക്കൂറത്തെ പണി. വെറുതെ കഷ്ടപ്പെട്ട് ഗൈസ്. എന്തായാലും ഇതിപ്പോ കാണിക്കല്ല, ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. നിക്ക് വരും അങ്ങോട്ട്. ഇത് ഓപ്പയായിട്ട് പറിച്ച് കളയുന്നോ അതോ ഞാനായിട്ട് പറിച്ച് കളയണ? ഇത് ഞാനായിട്ട് തന്നെ പറിച്ച് കളയും ഗൈസ്. സംഭവം വെറുതെ 2 മണിക്കൂറും 200 രൂപയാ. എത്രയാണ് പരമായിട്ട് നമ്മ എന്തോ ഒപ്പിക്കാന്ന് വിചാരിച്ചാലും നടക്കൂല. അത് ഇതാ മുകളിലെ ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങോട്ട് ഇട്ടപ്പോ വെറുതെ മാച്ച് ആക്കാന്ന് വെച്ചാൽ എന്റെ തലയിൽ തോന്നിയൊരു ഐഡിയ ആണ്. സംഭവം കാണിച്ചു തരാം. തോന്നിയ ബുദ്ധിയാണ് സംഭവം. പോരാ ഗൈസ്, കാണിക്കാൻ പോയാണ്. ഇല്ല, ഒരു വലിയ രസമില്ല. കണ്ടതാ ഒന്നാമത്തെ കാര്യം കളർ തന്നെ മാച്ചിങ് ഇല്ല. ഇതാ ഇത് കളറ് അത് ബോറായി, ഇതിലോ ബോറായി പോകും. മുറിച്ച് പീസുകളായിട്ട് ബോറായി പോകും. കോമ്പളെല്ലാം വരും. പക്ഷേ കഴിച്ചിട്ടുണ്ട നമ്മൾ ഇതിന്റെ ആ ഒരു കളറല്ല കണ്ടപ്പോ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഇത് വൈറ്റ് മാറ്റാനും അതുപോലെ തന്നെ പോരാ. ഞാൻ ഇതിനോട് ഒരു മാച്ച് കിട്ടുമെന്ന്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് അല്ലേ, അപ്പൊ ആ വൈറ്റിനോട് ഒരു മാച്ചായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നോക്കിയതാ. പക്ഷെ എങ്ങനെയായാലും മാച്ച് ആവൂല. കാരണം ഈ ഒരു കളർ കംപ്ലീറ്റ് ആയിട്ട് കളയണം. എനിക്ക് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് കാണാതിരിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ വുഡന്റെ കളറും അതിൻ്റെത് ലൈറ്റ് കളർ, ഇത് ഡാർക്ക്, രക്ഷയില്ല. അപ്പൊ ഇതിങ്ങനെ ഇവിടെ നിലകൊള്ളട്ടെ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ വലിച്ചു പറിച്ച് കളഞ്ഞോളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗൈസ്. പറയൂ സജീഷ്, ഇത് വേണ്ടെന്നാണ് ഞാൻ അപ്പൊ തന്നെ പഠിച്ചത്. ഏതൊരു കോണിൽ ഞാൻ ഉൾപ്പെടുത്താം, ഏതൊരു ബ്ലോഗിന്റെ കോണിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പൊ എനിക്കെന്താ തോന്നുന്ന ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ച ചോലുണ്ട്, കളർ അടിച്ചോലുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എന്നാ പിന്നെ ഇനി വേറെന്താ പരിപാടി? ഉച്ചക്ക് കറിയുണ്ട്. അമ്മ എന്തോടെ ചെയ്യുന്നുണ്ടല്ലോ, അതെന്ന് പയറുവലത്തുനിന്ന്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. വെറുതെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതല്ലേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു മോർണിംഗ് വ്ലോഗ് ആയിരുന്നു, കൂടെ എന്റെ സ്റ്റിക്കർ ഒട്ടിക്കലും. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും തെറ്റാ.